ഹാരിസിനെ കുടുക്കാനാണോ നീക്കം എന്നുള്ളതാണ് ചോദ്യം. ആന്റോ കാസ്ട്രൻ. ഹാരിസിനെ കൊടുക്കാനുള്ള നീക്കമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം മോസ്ലോസ്കോപ്പ് കാണാനില്ല എന്നുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് വരുന്നു. മോസ്ലോസ്കോപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തുന്നു. അവിടെ എല്ലാ ഭാഗങ്ങളിലും സെർച്ച് ചെയ്യുന്നു, തപ്പുന്നു, നോക്കുന്നു, കിട്ടുന്നില്ല. കിട്ടുന്നതിന് ശേഷം അദ്ദേഹം ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ റൂമിൽ പോയി നോക്കുന്നു. അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ മോസ്ലോസ്കോപ്പ് അവിടെയുണ്ട്, കൂടെ 2-3 നെഫ്രോസ്കോപ്പും കൂടെ ഉണ്ട്. അല്ലേ? ഇല്ല, അത് ആദ്യത്തെ ദിവസമല്ല ഞാൻ പറയുന്നത് അവസാനം. ഇപ്പൊ ഈ റിപ്പോർട്ട് കംപ്ലീറ്റ് ഉണ്ട്. ആദ്യ ദിവസം അവിടെ 3 മോസ്ലോസ്കോപ്പ് അവിടെ തന്നെ കിട്ടിയല്ലോ. മോസ്ലോസ്കോപ്പ് ആദ്യത്തെ അന്വേഷണത്തിൽ തന്നെ കിട്ടി. അപ്പോൾ കിട്ടിയതോടുകൂടി എന്ത് സംഭവിച്ചു? മോസ്ലോസ്കോപ്പ് നഷ്ടപ്പെട്ടിട്ടില്ല. അതാണല്ലോ അന്വേഷണ റിപ്പോർട്ട്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത അന്വേഷണത്തിൽ റൂം തുറന്ന് പരിശോധിക്കുന്ന സമയത്ത് ഒരു പെട്ടിയും കൂടി ഇരിക്കുന്നു. അതിനകത്ത് 3 നെഫ്രോസ്കോപ്പ് ഇരിക്കുന്നു. അപ്പോൾ എവിടെയാണ് അവിടെ പ്രശ്നം? അവിടെ നെഫ്രോസ്കോപ്പ് എന്ന് പറയുന്ന സാധനം നഷ്ടപ്പെട്ടു എന്നുള്ള പരാതി ഇല്ലല്ലോ. ആകെ എന്താണ്? മോസ്ലോസ്കോപ്പ് നഷ്ടപ്പെട്ടു എന്ന് പരാതിയാണ്. മോസ്ലോസ്കോപ്പ് അവിടെ കിട്ടിയതിന് ശേഷം ഈ മോസ്ലോസ്കോപ്പ് പുതിയതാണോ പഴയതാണോ എന്നുള്ളതാണല്ലോ പ്രശ്നം. പുതിയതാണെന്ന് അവിടുത്തെ ആശുപത്രി അധികൃതരൊക്കെ പറയുന്നത് അത് MB ഫണ്ടിൽ നിന്നും പണം കൊടുത്ത് വാങ്ങിയ സാധനമാണ്. MBയുടെ ബോർഡ് അതിൻ്റെ പേര് അതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സാധനത്തിൻ്റെ മേലെ MBയുടെ കാര്യം എഴുതിയിട്ടില്ല എന്നുള്ളതാണല്ലോ. അപ്പം ആ മുൻപ് ഉപയോഗിച്ചിരുന്ന മോസ്ലോസ്കോപ്പാണോ അതിൻ്റെ അകത്തിരിക്കുന്ന MB എന്ന് എഴുതിയ, അങ്ങനെയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന മോസ്ലോസ്കോപ്പ് ആയിരുന്നെങ്കിൽ എന്ത് വേണം? അതിന് മേലെ MB എന്ന് എഴുതിയതായിരിക്കണം. അവിടെ ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പോൾ അവിടെ ഇല്ല, ശരി, അതില്ല, MB എന്ന് എഴുതിയിട്ടില്ല. പുതിയ മോസ്ലോപ്പോ പഴയ മോസ്ലോസ്കോപ്പോ ആവട്ടെ, ഏതാണെങ്കിലും അവിടെ ഒരു മോസ്ലോസ്കോപ്പ് കിട്ടിയല്ലോ. നഷ്ടപ്പെട്ട കാര്യം അവിടെ ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ അതോടുകൂടി എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞ ഈ പരാതി ഈ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള പരാതിയിൽ അന്വേഷണ റിപ്പോർട്ടിലുള്ള സാധനം അവിടെ കഴിഞ്ഞിരിക്കുന്നു. അതോടുകൂടി കഴിഞ്ഞു. പിന്നെ അവിടെ 3 ഈ റൂമിൻ്റെ അകത്ത് 3 ആദ്യത്തെ ദിവസം ഇല്ലാത്ത ഒരു 3 നെഫ്രോസ്കോപ്പ് രണ്ടാമത്തെ ദിവസം അവിടെ അന്വേഷിച്ച് റൂം തുറന്നു നോക്കും ഉണ്ടാകുന്നു. ഒരു റൂം പൂട്ടിപ്പോയ ഒരാൾ, അദ്ദേഹത്തിൻ്റെ റൂമാണ്, അദ്ദേഹം ലീവിലാണ്, അദ്ദേഹത്തിന് പൂട്ടിപ്പോയ റൂമാണ്. അതിൽ 3 നെഫ്രോസ്കോപ്പ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. അപ്പം ആ നെഫ്രോസ്കോപ്പ് എടുത്ത് അത് തുറന്നു നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരു ബില്ല് കിട്ടുകയാണ്. 3 മോസ്ലോസ്കോപ്പിൻ്റെ ബില്ല് കിട്ടുകയാണ്. അപ്പം അതിൻ്റെ മേലെ ഇതാരാ തുറന്നതെന്നും ഇതാരാ വെച്ചതെന്നും ഇതെങ്ങനെ, കാരണം അവിടെ എന്താണ് നടക്കുന്നത്? ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ നടക്കുകയാണ് ഇതിൻ്റെ അകത്ത്. അതിനകത്ത് ഏകദേശം 5ഓളം പ്രമുഖരായ ഡോക്ടർമാരെ വെച്ചിട്ട് അന്വേഷണ കമ്മീഷൻ വെക്കുന്നു. അന്വേഷണം നടന്നു, റിപ്പോർട്ട് ഹാജരാക്കിയിരിക്കുന്നു. അവിടെ എന്തെങ്കിലും മാനിപ്പുലേഷനോ അവിടുത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളോ നടന്നതിൻ്റെ ഉത്തരവാദിത്വം ആരാ? അതിൻ്റെ പ്രിൻസിപ്പാളും പിന്നെ അവിടുത്തെ HOD ആയിരിക്കുമല്ലോ, അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരായിരിക്കും. അതുകൊണ്ട് അതിനൊരു പ്രിക്കോഷനായിട്ട് ഇവരെന്ത് ചെയ്യുന്നു? CCTV പരിശോധിക്കുന്നു. ഇതാരാണ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവച്ചതെന്ന്. 130ഓളം CCTV ഉണ്ടെന്ന് പറയുന്നത്. അത് വരുന്നു, കാണുന്നു, ഓരോ സ്ഥലത്ത് പോകുന്നു, അവിടെ കൊണ്ടുപോയി റൂം തുറക്കുന്നു, വെക്കുന്നു. ഇതടക്കം CCTVയിൽ കാണുന്നുണ്ട്. പക്ഷേ ഏത് ഡേറ്റാണ് എന്താണെന്ന് നോക്കി കണ്ടുപിടിക്കാൻ സമയം വേണം എന്നുള്ള പറഞ്ഞ കാര്യം 130 ഈ സാധനം CCTV ഉണ്ടെന്ന് പറയുന്നു. ആ സാധനമല്ലേ അവർ പറഞ്ഞിട്ടുള്ളൂ ഡോക്ടർമാർ. അല്ലാതെ ഹാരിസ് ചിറക്കൽ കള്ളനാണെന്ന് അവർ പറഞ്ഞോ? ഹാരിസ് ചിറക്കൽ ഈ സാധനം കൊണ്ടുവച്ചെന്ന് അവർ പറഞ്ഞോ? ഹാരിസ് ചിറക്കൽ ഇത് വാങ്ങിയെന്ന് അവർ പറഞ്ഞോ? ഹാരിസ് ചിറക്കൽ ഉണ്ടാക്കിയ ബില്ലാണെന്ന് അവർ പറഞ്ഞോ? ഹാരിസ് ചിറക്കിൻ്റെ റൂമിൽ നിന്നും 3 നെഫ്രോസ്കോപ്പ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3 മോസ്ലോസ്കോപ്പിൻ്റെ ബില്ലും കിട്ടിയിട്ടുണ്ട്. ഇതാണ് പറഞ്ഞത്. പക്ഷേ ബില്ലില്ല. ഇതായിക്കോട്ടെ, ഇല്ലെങ്കിൽ തന്നെ ബില്ലില്ലെങ്കിലും ഈ സാധനം അങ്ങനെ ആ ബില്ല് കണക്കാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് 3 മോസ്ലോസ്കോപ്പാണല്ലോ വേണ്ടത്. ബില്ല് 3 മോസ്ലോസ്കോപ്പിൻ്റെ ആണല്ലോ. അത് ഈ റെസിപ്റ്റ് ആയാലും ബില്ലാണെങ്കിലും എന്തും അവിടെ കണ്ട സാധനം എന്താ? 3 നെഫ്രോസ്കോപ്പും 1 മോസ്ലോസ്കോപ്പും ആണല്ലോ. മോസ്ലോസ്കോപ്പ് ആദ്യം ബില്ലുണ്ടാവുന്ന മുൻപ് തന്നെ, രണ്ടാമത്തെ പെട്ടി വരുന്നതിന് മുൻപ് തന്നെ അവിടെ ഉണ്ട് എന്നുള്ളതാണല്ലോ. അപ്പം ഈ സംവിധാനം, ഈ ഡോക്ടർമാർ ഇതിനകത്ത് എന്തെങ്കിലും പറഞ്ഞോ? നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ മാധ്യമ സംവിധാനത്തിൻ്റെ സിസ്റ്റം വെച്ചിട്ട് എല്ലാം മുൻകൂട്ടി പ്രഖ്യാപിക്കുകയാണ്. ഒരെണ്ണം സമയമെടുത്ത് അത് അന്വേഷണ റിപ്പോർട്ട് എല്ലാം നമ്മൾ മുൻകൂട്ടി പ്രഖ്യാപിച്ച് പോകും. എന്താണ് ഇത്? ഹാരിസ് ചിറക്കലിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കി ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ മേലെ അന്വേഷണം, അതിൻ്റെ അകത്ത് പ്രിൻസിപ്പൾ എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഈ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിന് മേലെ നടപടിയെടുക്കാൻ അധികാരമില്ല. ആരെടുത്തേട്ടാ? അത് ആർക്കാണ് അധികാരമുള്ളത്? അത് ഗവൺമെൻറ്റിനാണ് അധികാരമുള്ളത്. ഞങ്ങൾ ആരെ കയ്യിൽ കൊടുക്കുന്നു? ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുത്തി ചോദിക്കണം, ആരാണ് CCTVയിൽ വന്നത്? എങ്ങനെയാണ് വന്നത്? ഏത് സൈസ് പെട്ടിയായിരുന്നു? ഏത് സൈസ്? അവരെ സംബന്ധിച്ചോളം അവർ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു, ഒരു വലിയ പെട്ടി, ഒരു ചെറിയ പെട്ടി. ആദ്യം ഉണ്ടായിരുന്ന പെട്ടി ചെറിയ പെട്ടിയാണ്, അതിനകത്ത് മോസ്ലോസ്കോപ്പ് കണ്ടത്. അതവർ പറഞ്ഞു കഴിഞ്ഞു. ഇനി 2 കാര്യങ്ങളേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന സാധനം പഴയ മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന മോസ്ലോസ്കോപ്പാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോസ്ലോസ്കോപ്പാണോ എന്ന് അറിയേണ്ട കാര്യമുള്ളൂ, അല്ലേ? പഴയ മോസ്ലോസ്കോപ്പാണോ അവിടെ ഉണ്ടായിരുന്ന മോസ്ലോസ്കോപ്പ്? അത് അന്വേഷണത്തിൽ കൂടെ കണ്ടെത്താൻ കഴിയുള്ളൂ. ഞങ്ങൾക്കത് കണ്ടെത്താൻ
ചെയ്യാനുള്ള ശേഷിയില്ല. ഞങ്ങൾ അതിന് എന്ത് ചെയ്യുന്നു, ഞങ്ങൾ പിന്നെ എന്താണ് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്, സർക്കാരിന് ഞങ്ങൾ ഈ റിപ്പോർട്ട് കൈമാറും, അവർ അന്വേഷിച്ചതിന് മേലെ തീരുമാനം എടുക്കട്ടെ, ഞങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല എന്നുള്ളതാണ് പരാതി. എന്ന് പറഞ്ഞാൽ എന്താ, മോസ്ലോസ്കോപ്പ് കണ്ടില്ല എന്നുള്ളതാണ് മുൻപത്തെ പരാതി. അതും ഈ പറയുന്ന അന്വേഷണ കമ്മീഷൻ അന്വേഷിക്കുന്നു എന്നുള്ളതാണല്ലോ തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മേലെയുള്ള പ്രശ്നത്തെ വെറുതെ വലിച്ചു നീട്ടി ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സിസ്റ്റം എറർ പറഞ്ഞു. അതാ ഈ സിസ്റ്റം എററാണ്, ഞങ്ങൾക്ക് ഓപ്പറേഷൻ നടത്താൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് ഈ പിന്നെ എന്താണ് ചെറിയ മക്കളുടെ പ്രായമുള്ള കുട്ടികൾക്ക് പോലും ഓപ്പറേഷൻ എനിക്കത് തുറന്ന് പറയാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ സാധനങ്ങളില്ല ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി. ഈ ഓപ്പറേഷൻ ചെയ്യണി പല സ്ഥലങ്ങളിൽ നിന്നും പല ആൾക്കാരും പണം കൊടുത്ത് മേങ്ങിക്കൊണ്ട് വരുന്ന സാധനം വെച്ചിട്ടാണ് നിങ്ങൾ ഓപ്പറേഷൻ നടന്നത്, അതൊരു സിസ്റ്റത്തിൻ്റെ എററാണ്, ഈ സിസ്റ്റത്തിൻ്റെ എറർ നന്നാക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതോടുകൂടി എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ കേരളത്തിലെ സിസ്റ്റം മുഴുവൻ പൊളിഞ്ഞു കിടക്കുകയാണ്, കേരളത്തിലെ ആരോഗ്യവകുപ്പ് മുഴുവൻ പൊളിഞ്ഞു കിടക്കുകയാണ്, ഒരു സ്ഥലത്ത് ഒരു സാധനമില്ല, ആകെ പൊളിഞ്ഞു കിടക്കുകയാണ്. ഇതാ ഡോക്ടർ ഹാരിസിനെ വേട്ടയാടുന്നു, പ്രശ്നമാകുന്നു, തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്താണ് ഈ അന്വേഷണ റിപ്പോർട്ടും ഇന്നും ഹാരിസ് ഡോക്ടർ എന്താ പറയുന്നത്? ഹാരിസ് ഡോക്ടർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാനസിക പ്രഷർ വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അദ്ദേഹം നല്ല കാര്യത്തിലാണിത് പറയുന്നത്. മന്ത്രി തന്നെ വന്നിട്ട് പറയുന്നു എന്ത്, ഹാരിസ് ഡോക്ടർ നല്ല ഡോക്ടറാണ്, നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു, അദ്ദേഹത്തിനെക്കുറിച്ച് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല, അദ്ദേഹം നല്ല രീതിയിലാണ്, ഞങ്ങൾ മാക്സിമം റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു സിസ്റ്റത്തിനെതിരെ വയലേഷൻ നടത്തിയാൽ നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് ആ സ്ഥാപനത്തിനെതിരെ പറഞ്ഞാൽ അതിനെതിരെ മെമ്മോ കൊടുക്കുകയും അതിനെതിരെ എന്താണ് അതിൻ്റെ വിശദീകരണം ചോദിക്കാമെന്ന് പറയുന്നത് സാധാരണ നിയമ നടപടിയാണ്. അത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാകട്ടെ, ഗവൺമെൻറ് സ്ഥാപനത്തിൽ കുറച്ചുകൂടി അധികമാവും. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് വരെ പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് ആ സിസ്റ്റത്തിനെതിരെ പറഞ്ഞാൽ ആ സിസ്റ്റത്തിനെതിരെ നടപടി സ്വീകരിക്കും. നമ്മൾ പണ്ട് ജേക്കബ് തോമസിനോട് പറഞ്ഞു കേട്ടിട്ടില്ലേ, അവിടെ ഇരുന്ന് ബുക്ക് എഴുതി. ഏത് ബുക്ക് എഴുതിയത്? സർവീസിൽ ഇരുന്നുകൊണ്ട് ബുക്ക് എഴുതി. ആരെ അനുമതി വേണമായിരുന്നു? ബുക്ക് എഴുതാൻ സർക്കാരിൻ്റെ അനുമതി വേണം, ഇല്ലാതെ ബുക്ക് എഴുതി. നമ്മൾ സർക്കാർ നടപടി സ്വീകരിച്ചു. അത് നോർമൽ സിസ്റ്റമാണെന്നേ. അതുപോലെ തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ സിസ്റ്റത്തിനകത്ത് നിന്ന് സിസ്റ്റത്തിനെതിരെ പറയുന്നു. സിസ്റ്റത്തിനെതിരെ പറയാൻ പൊതുമധ്യത്തിൽ പറയാൻ പാടുമോ അല്ലെങ്കിൽ സിസ്റ്റത്തിന് അനുകൂലമായി പറയാൻ പാടുമോ എന്നുള്ളതാണ്. ആയിക്കോട്ടെ, പൊതുമധ്യത്തിൽ പറയാൻ പാടുമോ അതിനകത്ത് പറയാൻ പാടുമോ എന്നാണ് അദ്ദേഹം പുറത്താണ് പറഞ്ഞത്. അപ്പോൾ നോർമലി അതിൻ്റേതായ കോൺസിക്വൻസസ് ഉണ്ടാവും, നല്ലതിനാണെങ്കിലും ചീത്തതിനാണെങ്കിലും. ആ കാര്യത്തിന് അദ്ദേഹം നടപടി എഴുതുന്നു, പരാതി കൊടുക്കും, അല്ല മെമ്മോ കൊടുക്കുന്നു. ആ മെമ്മോയ്ക്ക് മറുപടി കൊടുക്കണം. അത് സിമ്പിൾ കാര്യമാണ്. ആ മെമ്മോ മറുപടി കൊടുക്കും. പിന്നെയും പത്രക്കാരെ കണ്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരി, ഞാൻ എൻ്റെ ഒരു ഒറ്റ കാര്യമാണ്, ഇനി കേരളത്തിലെ കാര്യങ്ങൾ മുഴുവൻ പത്രക്കാരും മാധ്യമങ്ങളുമാണ് തീർക്കുന്നതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സർക്കാർ റോളില്ലല്ലോ. ഒരു ഒറ്റ കാര്യം, ഈ കേരളത്തിലെ കാര്യങ്ങൾ മാധ്യമങ്ങൾക്കും പത്രക്കാർക്കും വിട്ടുകൊടുക്കേണ്ടതേ. ഇത് സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു, ഇങ്ങനൊരു സംശയമുണ്ടെന്ന് അന്വേഷിക്കട്ടെ. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വ്യക്തമായി ഒരു ബോധവുമില്ലാതെ റിപ്പോർട്ടിനെ കുറിച്ച് പറയാനല്ല, റിപ്പോർട്ടിനെ കുറിച്ചല്ല പറഞ്ഞു, അവസാനം പറഞ്ഞു തുടങ്ങി അവരുടെ സംശയങ്ങളാണ്. ചോദ്യങ്ങൾക്ക് മറുപടിയാണ്. ആ സംശയങ്ങൾ ചോദ്യങ്ങൾക്ക് മറുപടി ജിമ്മി സാറേ, ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. പത്രസമ്മേളനം ഈ റിപ്പോർട്ടിന് വേണ്ടിയിട്ടല്ല, റിപ്പോർട്ട് പറയാൻ വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ടാണ് പത്രസമ്മേളനത്തിൽ ആരാണോ ഇവരോട് പറഞ്ഞു കൊടുത്തു എന്ന് നിങ്ങൾ ആരോപിക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ ഇവരോട് പറയുന്നത് പറയാം, അവരോട് പറയുന്നത് അറിയോ, നിങ്ങൾ റിപ്പോർട്ട് വായിക്കൂ. ഈ റിപ്പോർട്ട് പറയാൻ വേണ്ടിയിട്ടാണ് പത്രസമ്മേളനം നടത്തിയത്. ആ റിപ്പോർട്ട് കാര്യങ്ങൾ പറഞ്ഞില്ല. ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും എന്താണ് സത്യം പറയണമെങ്കിൽ പറഞ്ഞു കൊളാക്കി എന്ന് പറയാം. റിപ്പോർട്ട് സത്യം പറഞ്ഞാൽ അവർ പത്രസമ്മേളനം നിർത്തി, ആ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനെന്തോ ആ റിപ്പോർട്ട് വായിക്കാതെ എല്ലാ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട്. എന്റെ പ്രശ്നം അവിടെയാണെന്ന്. റിപ്പോർട്ട് വായിക്കാൻ വന്ന വാർത്താ സമ്മേളനത്തിൽ CCTVയുടെ കാര്യം പറയുകയും ഒരു ബില്ല് കണ്ടെന്ന് പറയും. ഒരു മാധ്യമം അല്ലല്ല, ഒരു മാധ്യമവും ചോദിച്ചിട്ടല്ല ബില്ലിന്റെ കാര്യം പറഞ്ഞത്, CCTVയുടെ കാര്യം പറഞ്ഞത്. അത് ബില്ലാണെന്ന്, അത് ബില്ലാണോ അല്ലയോ എന്ന് സംശയമുണ്ടെങ്കിൽ സർക്കാർ അന്വേഷിച്ചിട്ട് വരട്ടെ. അതിനു മുമ്പ് കയറി സംശയത്തിന് ആന്റോകേഷൻ പറഞ്ഞതിൽ ഒരു ഭാഗം പൂർണ്ണമായും ശരിയാണ്. കാരണം നേരിട്ട് ഹാരിസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയല്ല വാർത്താ സമ്മേളനമെങ്കിലും അതിൻ്റെ ധ്വനി, അതിൻ്റെ സൂചന പോയി നിൽക്കുന്നത് ഹാരിസിലേക്കാണ്. കാരണം അതല്ലെങ്കിൽ ഒന്നുകിൽ CCTVയിൽ കണ്ടത് ആരെന്ന് പറയണം. ഇനി ആരാണെന്ന് പറയാതെ CCTVയിൽ ഒരാൾ വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണം വരുന്നതിന് മുമ്പ്, അന്തിമമായിട്ട് റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് Meet the editors.